ഭഗവാൻ ഇന്നലെ ഒരു കുഞ്ഞുണ്ണിയായിട്ടാണ് കേട്ടോ ചാർത്തിരിക്കുന്നത്. നന്നേ വലിപ്പം കുറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഉണ്ണി കൃഷ്ണൻ ഉണ്ടാവുമല്ലോ, നമുക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കാൻ പാകത്തിനുള്ള കുഞ്ഞുണ്ണി, അങ്ങനെയായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭഗവാൻ രണ്ട് കുഞ്ഞിക്കാലുകളും പിണച്ചു വെച്ചുകൊണ്ട് ഓടക്കുഴൽ ഊതുമായിരുന്നു. മുരളീധരനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. മനോഹരമായിട്ടുള്ള ഒരു അലങ്കാരം. 3 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ രണ്ടെണ്ണത്തിലും 3 നിറങ്ങളുണ്ട് കേട്ടോ. തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദ്യാർവട്ടമുണ്ട്. ആദ്യത്തേതിൽ തെച്ചിയാണ് കൂടുതൽ കാണുക, രണ്ടാമത്തേതിൽ നന്ദ്യാർവട്ടാണ് കൂടുതൽ കാണുക. പിന്നെ ഒരു തിരുമുടിമാലയിലെ മുഴുവനായിട്ടും തെച്ചി കൊണ്ടാണ് കോർത്തിരിക്കുന്നത്. 2 ഉണ്ടമാലകളുണ്ട്. നല്ല ഭംഗിയിൽ തടിച്ചുരുണ്ട ഉണ്ടമാലകളാണ് കേട്ടോ. ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദ്യാർവട്ടമുണ്ട്. അതിങ്ങനെ മാറി 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 കോർത്തിരിക്കുകയാണ്. പിന്നെ ഒരു ഉണ്ടമാലയിലെ തെച്ചിയുണ്ട്, തുളസിയുണ്ട്, താമരയുടെ ഇതളുണ്ട്. അതും ഇങ്ങനെ മാറി മാറി കോർത്തിരിക്കുകയാണ്. ഇതിന് നടുക്കാണ് നല്ല ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങിയിട്ട് നമ്മുടെ ഭഗവാൻ നിന്നിട്ട് ഓടക്കുഴൽ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കിരീടമൊക്കെ കാണാം, പൊന്നിൻ കിരീടമൊക്കെ ശിരസിൽ ചൂടിയിട്ടുണ്ട്. നെറ്റിയിൽ ഗോപീതിലകുണ്ട്. വലിയ കാതുപൂക്കളാണ് കേട്ടോ. നല്ലൊരു പുഞ്ചിരിയുണ്ട് ഭഗവാന്റെ മുഖത്ത്. ആ കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് കുഞ്ഞു കൈകൾ കൊണ്ട് ഒരു കുഞ്ഞു ഓടക്കുഴലിൽ ചുണ്ടോട് ചേർത്തിട്ട് വേണുനാഥം പൊഴിക്കുകയാണ് ഭഗവാൻ. അപ്പോൾ നമ്മളെല്ലാവരും അത് കണ്ടിട്ട് മോഹിക്കണം എന്നാണ് പറയുക. അതായത് ഭഗവാന്റെ ആ ഒരു വേണുനാഥത്തിലെ മുഴുകി ആനന്ദത്തോടെ ലയിച്ച് നിൽക്കാനായിട്ട്, ഗോപികമാരാകാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അത് മോഹിക്കണം എന്നാണ്. അത്രയേറെ മോഹമുണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ അത് സാധിപ്പിച്ചു തരുള്ളൂ. കേവലം ഒരു ഓടക്കുഴലിനെ, ആ ഓടക്കുഴലിൽ ഇത്രയും മധുരമായിട്ടുള്ള സംഗീതം പൊഴിക്കുന്ന ഭഗവാനെ നമ്മളെല്ലാവരും ശൂന്യരാണ്, നമ്മളിലൊന്നും ഒന്നുമില്ല. അങ്ങനെയുള്ള നമ്മളില്ലേ ആ ഓടക്കുഴലിനുള്ളിൽ മധുരമായിട്ടുള്ള സംഗീതം നിറച്ചതുപോലെ തന്നെ ഭഗവാനോടുള്ള നിരന്തരമായിട്ടുള്ള സ്നേഹം, ആ ഭക്തി, ആ പ്രേമം നിറയ്ക്കാനായിട്ടാണ് നമ്മളെല്ലാവരും ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു രൂപം കാണുമ്പോൾ ഇതൊക്കെ തന്നെ മനസ്സിൽ വരിക. അതോട് കൂടിയിട്ട് അലിയാനായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അത്ര ഭംഗിയായിട്ട് ചാർത്തിയിട്ടുള്ള അലങ്കാരമായിരുന്നു. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പട്ടുകോണമൊക്കെ ഉണ്ട്. ആ കിങ്ങിണിയുടെ 2 ഭാഗത്തും ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. 2 അറ്റങ്ങളിലായിട്ട് ആ കിങ്ങിണിയുടെ ഒരു കുറച്ച് ഭാഗം, ബാക്കിയുള്ള ഭാഗം തൂങ്ങിക്കിടക്കണ പോലെയാണ് തോന്നിയത് കേട്ടോ. കുഞ്ഞിക്കാലുകളെ 2ഉം പിണച്ച് വെച്ചുകൊണ്ട് കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ടാണ് ഭഗവാൻ ശ്രീലകത്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. ആ മനോഹരമായിട്ടുള്ള ആ ഒരു മോഹന രൂപം എല്ലാവരും മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ എല്ലാവരും നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.